നിങ്ങൾ സാമ്പാർ പൊടി പുറത്തുനിന്നാണോ മേടിക്കണേ? അയ്യോ വേണ്ട കേട്ടോ. ഇതുപോലെ ചെയ്താൽ നിങ്ങൾക്ക് 1 ഇയർ വരെ യൂസ് ചെയ്യാം. അപ്പോൾ ഇതോടെ പ്രിപ്പറേഷൻ നോക്കാം. തമിഴ്നാട് സ്റ്റൈൽ സാമ്പാർ പൊടി. ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. അപ്പോൾ നമ്മൾ കടയ്ക്ക് പോയി മുളക് മേടിക്കാൻ പോയതാണ്. ഇതിൽ തമിഴ്നാട് മുളകുണ്ട്, പിന്നെ ആന്ധ്ര ചില്ലി ഉണ്ടായിരുന്നു. ആന്ധ്ര ചില്ലി ഭയങ്കര എരിവായതുകൊണ്ട് നമ്മൾ തമിഴ്നാട് ചില്ലി തന്നെ മേടിച്ചു. അടുത്ത് നാടൻ മല്ലി മേടിക്കുമ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്തിട്ടാണ് മേടിക്കണേ. മല്ലിയിൽ 2 വകയുണ്ട്. ഒരെണ്ണം നാടൻ മല്ലി, പിന്നെ ഒരെണ്ണം മെഷീൻ മല്ലി എന്നാണ് പറയുന്നത്. പക്ഷെ നമുക്ക് നാടൻ മല്ലിയാണ് നല്ല മണം വരുന്നതും നല്ല ഒരു കൺസിസ്റ്റൻസി കൊടുക്കാനും നാടൻ മല്ലിയാണ് ഏറ്റവും നല്ലത്. ഇനി നമുക്ക് മല്ലി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. മല്ലിയിൽ ചെറിയ ഡസ്റ്റ് പാർട്ടിക്കിൾസ്, പിന്നെ കല്ല്, ഇല, മണ്ണ് അതൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് നമുക്കതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ മുറത്തിലിട്ട് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ആക്ച്വലി മലയാളത്തിൽ ഇത് പാട്ടുന്നതെന്നാണോ പറയുന്നത് എനിക്ക് അറിയില്ല. നമ്മൾ തമിഴിൽ പറയുമ്പോൾ പൊടയ്ക്കുന്നതെന്നും പറയും. അപ്പോൾ ഇത് നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ചെയ്ത് നമുക്ക് ഡേർട്ട്സൊക്കെ മാറ്റി എടുക്കാം. അപ്പോൾ മല്ലി നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് നല്ല വെയിലത്തിടണം. വെയിലത്തിട്ടാലേ നമുക്ക് നല്ല ഡ്രൈ ആയിട്ട് നമുക്ക് പൊടി ഒരുപാട് കിട്ടും. അതുകൊണ്ടാണ്. അടുത്ത് നമുക്ക് മുളക് ക്ലീൻ ചെയ്തെടുക്കാം. മുളകിൽ ഒരുപാട് ലെഫ്റ്റ് ഓവറും പിന്നെ വേണ്ടാതൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് പിന്നെ നമുക്ക് മുളകിൻ്റെ കാമ്പുണ്ടല്ലോ, കാമ്പ് പകുതി, അത് നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം. അത് ഉണ്ടെങ്കിൽ നമുക്ക് തരിയായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കാമ്പ് പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. ഇപ്പോൾ മെഷർമെൻറ്റ്സ് ഒക്കെ പറയാം. നമ്മളിപ്പോൾ 1 കിലോ മുളക് എടുത്തിട്ടുണ്ട്, മല്ലി 1.5 കിലോ എടുത്തിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ എരിവ് എപ്പോഴും കുറവാണ്. അതുകൊണ്ടാണ് 1 കിലോ മുളകിന് നമ്മൾ 1.5 കിലോ മല്ലി എടുക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും നന്നായിട്ട് എരിവ് കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഈക്വൽ റേഷ്യോയിൽ എടുക്കാം. 1 കിലോ ആണെങ്കിൽ 1 കിലോ മല്ലി എടുക്കാം. അതിന് ഒരു വ്യത്യാസം ഉണ്ടാവില്ല. 400 പച്ചരി, 300 തുവരം പരിപ്പ്, 300 കടലപ്പരിപ്പ്, 100 ഗ്രാം ജീരകം, പിന്നെ 100 ഗ്രാം കുരുമുളക്. അപ്പോൾ ഇതാണ് മെഷർമെൻറ്റ്സ്. ഇനി നമുക്ക് മുളകും പിന്നെ മല്ലിയും നമുക്ക് വെയിലത്ത് നന്നായിട്ട് ഇട്ട് വയ്ക്കാം. 2 ദിവസമെങ്കിലും നമുക്ക് വെയിലിൽ ഈ മല്ലിയും പിന്നെ മുളകും കൂടി ഉണ്ടാവണം. എന്നാലേ നമുക്ക് പൊടി കൺസിസ്റ്റൻസി കൂടുതലൊക്കെ കിട്ടും. ഇപ്പോൾ വെയിലത്തിട്ട മല്ലി വീഡിയോ എവിടെയോ മിസ്സായി പോയി. അതുകൊണ്ട് അത് നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ തമിഴ്നാട്ടിലായതുകൊണ്ട് നമുക്കിവിടെ നല്ല ചൂടാണ്. അതുകൊണ്ട് നമുക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ നമുക്ക് മല്ലിയും പിന്നെ മുളകും കൂടി നന്നായിട്ട് ഡ്രൈ ആയി റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ അതിൽ മുളക് മറ്റും നമുക്ക് മാറ്റി വയ്ക്കാം. ബാക്കിയെല്ലാം നമുക്ക് വറുത്തെടുക്കാം. വറുത്തെടുക്കുമ്പോൾ നല്ല മണമുണ്ടാവും, കൺസിസ്റ്റൻസി ഉണ്ടാവും, പൊടി ഒരുപാട് കൂടുതൽ കിട്ടും. ഇപ്പോൾ ആദ്യം നമുക്ക് പച്ചരിനെ ഒന്ന് ഡ്രൈ ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഞാൻ 2 ബാച്ചായിട്ട് ഇടുന്നുണ്ട്. അരിയുടെ കളർ ലൈറ്റ് ചേഞ്ച് വരും, പിന്നെ നല്ല സ്മെല്ലുണ്ടാവും. ആ സമയം നമുക്ക് ഓഫ് ചെയ്താൽ മതി. ഇപ്പോൾ അരി നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്, കളർ ചേഞ്ച് ഉണ്ട്, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. പിന്നെ ഫ്രൈ ചെയ്യുമ്പോൾ തന്നെ നല്ല മണം വരുന്ന പറഞ്ഞല്ലോ ഇങ്ങനെ. അതുകൊണ്ട് നമുക്ക് ആ സമയം ഇനി മാറ്റി വയ്ക്കാം. ഇനി സെക്കൻഡ് ബാച്ച് എടുക്കാം. ഇതുപോലെ ഒരു പെരിയ മുറത്തിലോ അല്ലെങ്കിൽ നല്ല ഒരു പെരിയ പ്ലേറ്റിലാക്കി വയ്ക്കാം. ഇപ്പോൾ പച്ചരിയുടെ സെക്കൻഡ് ബാച്ചും നമ്മൾ നന്നായിട്ട് ഫ്രൈ ചെയ്ത് എടുത്ത് മാറ്റി വെച്ചു. ഇനി നമുക്ക് തോരൻ പരിപ്പ് 300 ഗ്രാം ഉണ്ട്. അപ്പോൾ അതും കൂടി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇതും ഞാൻ സിംഗിൾ ബാച്ചായിട്ട് തന്നെ ഇടുന്നുണ്ട്. 300 ഗ്രാംസേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇത് നന്നായിട്ട് ഒന്ന് ഫ്രൈ ആക്കി കൊടുക്കണം. ഇത് കരിഞ്ഞു പോകാണ്ട് നമുക്ക് നോക്കണം. നന്നായിട്ട് ഫ്രൈ ആയെങ്കിൽ അത് ഒന്നിപ്പോൾ നമുക്ക് മുറത്തിലൊന്ന് മാറ്റി വയ്ക്കാം. നെക്സ്റ്റ് കടലപ്പരിപ്പ് 300 ഗ്രാം എടുത്തിട്ടുണ്ട്. അതും സിംഗിൾ ബാച്ചായിട്ട് നമുക്കൊന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് സ്മെൽ വരും, പിന്നെ കളർ ചേഞ്ച് ഉണ്ടാവും. അതാണ് നമുക്ക് കറക്റ്റ് കൺസിസ്റ്റൻസി. അപ്പോൾ നമുക്ക് ഈ സെയിം മുറത്തിൽ മാറ്റി വയ്ക്കാം. എല്ലാം നമുക്ക് ഒരുമിച്ച് തന്നെ ആഡ് ചെയ്ത് വയ്ക്കാം. അടുത്ത് കുരുമുളകാണ്. കുരുമുളകിൽ നമുക്ക് നന്നായിട്ട് ഈ പുക വരും, പിന്നെ നമുക്ക് സ്മെല്ല് ചേഞ്ച് ആവുന്ന നമുക്ക് നന്നായിട്ട് അറിയാം. ആ സമയം നമുക്ക് ഓഫ് ചെയ്തെടുക്കാം. ഇതും സെയിം മുറത്തിൽ നമുക്ക് പച്ചരി പരിപ്പൊക്കെ ഉണ്ടല്ലോ അതോടെ തന്നെ നമുക്ക് ചേർത്ത് വയ്ക്കാം.
ഇനി നമുക്ക് ജീരകം വറുത്തെടുക്കാം. ഇത് നമുക്ക് ഡ്രൈ ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നമുക്ക് സിംഗിളായിട്ട് തന്നെ ഒരു ബാച്ചിൽ തന്നെ ഇടാം. നന്നായിട്ടൊന്ന് ഫ്രൈ ആവണം. കളർ ചേഞ്ച് ആവും. പിന്നെ ഇതിലും സ്മെല്ലുണ്ടാവും. നമുക്ക് ജീരകത്തിൽ ഇങ്ങനെ പടപടക്കെ സൗണ്ട് വരും. ആ സമയം നമുക്ക് മാറ്റി ഈ മുറത്തിൽ എടുത്ത് വയ്ക്കാം. അതാണ് കൺസിസ്റ്റൻസി. പച്ചരി, കുരുമുളക്, ജീരകം, തോരമ്പരിപ്പ്, കടലപ്പരിപ്പ് എല്ലാം നമുക്ക് നന്നായിട്ട് ഫ്രൈ ആക്കി നമുക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിന് കുറച്ച് തണുക്കട്ടെ. അതിനുള്ളിൽ നമുക്ക് മല്ലി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മല്ലി നമ്മൾ 1.5 കിലോ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഒരു 4 അല്ലെങ്കിൽ 5 ബാച്ച് ആയിട്ട് നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മല്ലി നന്നായിട്ട് മണം വരും. ഇതിൽ നല്ല കളർ ചേഞ്ച് ഉണ്ടാവും. മല്ലി ഫ്രൈ ചെയ്യുമ്പോൾ മാത്രം നമുക്ക് സിമ്മിലിട്ട് നമുക്ക് ഫ്രൈ ചെയ്യണം. ഇടയ്ക്കിടയ്ക്ക് ഹൈയിൽ വയ്ക്കുക. പക്ഷേ സിമ്മിലാക്കി വെച്ചാൽ മാത്രമേ അത് കരിഞ്ഞു പോകില്ല, അല്ലെങ്കിൽ പെട്ടെന്ന് കറിഞ്ഞു പോവും. ഇത് നമുക്ക് വെയിലത്തിടണം. പിന്നെ ഫ്രൈ ചെയ്ത് മെഷീനിൽ കൊടുത്ത് അരയ്ക്കുമ്പോൾ മാത്രമേ അതിന് സ്പെഷ്യൽ കൺസിസ്റ്റൻസി വരും. ഈ പൊടി നമുക്ക് ഏത് ഡിഷിന് വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം. ലൈക്ക് സാമ്പാർ, പുളിക്കുഴമ്പ്, വത്തക്കുഴമ്പ്, കൂട്ട്, മസാല, പിന്നെ ചിക്കൻ കുഴമ്പ്, മട്ടൻ കുഴമ്പ്, ഫിഷ് കുഴമ്പ്, എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാം. എല്ലാത്തിലും നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. ഒരു കുഴമ്പ് പൊടി മതി നമുക്ക് എന്ത് റെസിപ്പി വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാം. വെജ് ഓർ നോൺ വെജ് സൂപ്പർ റെസിപ്പി ആയിട്ടിരിക്കും. ഇപ്പോൾ എല്ലാ മല്ലി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഇച്ചിരി തണുക്കട്ടെ. ഇത് നമുക്ക് വെള്ളം പടാണ്ട് സൂക്ഷിച്ച് വെക്കണം. ഇപ്പോൾ എല്ലാം കൂടി നമുക്ക് ഡ്രൈ ആയിട്ടുണ്ട്. നല്ല എല്ലാം തണുത്തിട്ടുണ്ട്. ഈ മുളകുടെ കൺസിസ്റ്റൻസി വെയിലിട്ടെടുക്കുമ്പോൾ നമുക്ക് കയ്യിലെടുത്ത് ഇങ്ങനെ ക്രഷ് ആക്കണം. അത് ക്രഷ് ആവണം. ഇതുപോലെ ക്രഷ് ആയാലേ അത് നല്ല മുളകാണ്. നമ്മൾ നന്നായിട്ട് വെയിലത്ത് ഇട്ടിട്ടുണ്ട്. നമുക്ക് പൊടിയും ഒരുപാട് കിട്ടും. അതുകൊണ്ടാണ് ഇപ്പോൾ എല്ലാം നമുക്ക് ഒരുമിച്ച് ഒരു പാത്രത്തിലിട്ട് അതുകൊണ്ട് നമുക്ക് മെഷീനിൽ കൊടുത്ത് അരച്ചെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം ചേർത്തിട്ട് നമുക്ക് എങ്ങനെയെങ്കിലും ഒരു 3 kgs ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് നമുക്ക് മെഷീനിൽ കൊടുത്ത് നമുക്ക് നന്നായിട്ട് നൈസ് പൗഡറായിട്ട് അരച്ചെടുക്കണം. നമ്മൾ ആദ്യം മല്ലി ഇട്ടു. പിന്നെ പച്ചരി, കുരുമുളക്, ജീരകം, പരിപ്പൊക്കെ ചേർത്തിട്ടുണ്ട്. അതോടെ തന്നെ നമുക്ക് ഈ മുളകും കൂടി ചേർത്ത് വയ്ക്കാം. പക്ഷേ ഇത് ഫുള്ള് തികയില്ല. അതുകൊണ്ട് ഞാൻ വേറെ ഒരു പാത്രത്തും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മെഷീനിൽ കൊടുത്ത് അരച്ചിട്ട് വരാം. ചേടാൻ തമിഴ്നാട് സ്റ്റൈൽ സാമ്പാർ പൊടി, കുഴമ്പ് പൊടി, എന്ത് വേണമെങ്കിലും പറയാം. നമുക്ക് സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ കളറിൽ വന്നിട്ടുണ്ട്. നല്ല എരിവും ഉണ്ട്, നല്ല സ്മെല്ലുണ്ട്. ഇത് വെച്ച് നമുക്ക് കുഴമ്പ് ചെയ്യുമ്പോൾ റിയലി സൂപ്പറായിട്ടിരിക്കും. അപ്പം നിങ്ങളും ഇത് തീർച്ചയായിട്ടും ചെയ്തു നോക്കണം. ഇത് വെച്ച് ഒരു റെസിപ്പി ചെയ്ത് എനിക്ക് എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ബോക്സിൽ പറയണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള കുഞ്ഞു ബെൽ ബട്ടനെ ഒന്ന് പ്രസ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.